ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഡേ നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ ഇന്ന് വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് എന്തായാലും ഒരു ബിരിയാണി ഉണ്ടാക്കിയാലോ? അപ്പോൾ വായോ നമുക്കിന്ന് ബിരിയാണി ആക്കാം. വെഡ്ഡിങ് ആനിവേഴ്സറി സ്പെഷ്യൽ ബിരിയാണി. അപ്പോൾ എൻ്റെ ബിരിയാണി എല്ലാം അറിയാം. എൻ്റെ ബിരിയാണീൻ്റെ പാത്രമാണ് നമ്മുടെ ഉരുളി അല്ലെങ്കിൽ ഉരുളി. എന്തായാലും ഇതിലാണ് എൻ്റെ ബിരിയാണി. ഞാനിപ്പോഴും ബിരിയാണി പോട്ട് വാങ്ങാത്തത് കൊണ്ട് ഞാൻ ഇതിലും വലിയ കുക്കറായാലും ബിരിയാണി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. തൽക്കാലം നമുക്കിതൊക്കെ മതി. ബിരിയാണി ആയാൽ പോരെ, പാത്രത്തിലല്ല കാര്യം, ടേസ്റ്റിലാണ്. അന്ന് ഞാൻ ചുമ്മാ പറഞ്ഞതാണ് കേട്ടോ. പാത്രത്തിനും അതിൻ്റെതായ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ബിരിയാണി തയ്യാറാക്കാം. നല്ല തലശ്ശേരി ബിരിയാണി കേട്ടോ. അങ്ങനെ വേഗം ചിക്കൻ ഫ്രൈ ചെയ്യാനും വെച്ച് ഉരുളി വെച്ചിട്ട് നേരെ കറാമ്പ് ഏലക്കായി കറുവപ്പട്ട ഒന്ന് ഏലക്കായി കുത്തി വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഞാൻ ഒന്ന് മൂപ്പിച്ച് അതിലേക്ക് ഉള്ളിയും ഉപ്പിട്ടൊന്ന് വഴറ്റിയ ശേഷം നേരെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളക് ക്രഷ് ചെയ്തതും ഇട്ട് നന്നായിട്ട് വഴറ്റി വരുമ്പോഴത്തേനും പച്ചമണം മാറി വരുമ്പോഴത്തേനും ആവശ്യത്തിന് തക്കാളിയും മല്ലിയിലും പുതിനയിലും കരിവേപ്പിലും കൂടി സെറ്റാക്കി അങ്ങോട്ട് വേഗം ഇടാം. അതിലേക്ക് ആവശ്യത്തിന് തൈരും ഒഴിച്ച് കൊടുക്കണം. പിന്നെ പൊടികൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ ചിക്കൻ ഫ്രൈ ആയിട്ട് നന്നായിട്ട് പരുവത്തിൽ വരുന്നുണ്ട് കേട്ടോ. ഞാൻ നല്ല ഡീപ്പ് ഫ്രൈ ആക്കും കേട്ടോ. അതിന് ശേഷം പൊടികളും കുറച്ച് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും പെരിഞ്ചീരകപ്പൊടിയും പിന്നെ കാശ്മീരി മുളക് പൊടി അത് കുറച്ചൊരു കളർ വന്നോട്ടെ. പിന്നെ തൈരൊക്കെ ഒഴിച്ച് സെറ്റായതിന് ശേഷം ഉപ്പ് നോക്കണം. പിന്നെ ചിക്കനിൽ ഉപ്പുണ്ടായത് കൊണ്ട് നോക്കിയിട്ട് ചിക്കൻ ഇട്ടതിന് ശേഷം അങ്ങനെ ഫ്രൈ ചെയ്ത ചിക്കനും തട്ടി അതിൻ്റെ ഓയിലും കൂടി കുറച്ചും കൂടി ഒഴിച്ച് കൊടുത്തോളൂ കേട്ടോ. അതും ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പൊക്കെ നോക്കി സെറ്റാക്കാം. പിന്നെ നമ്മുടെ കുക്കറിനെടുക്കുക. ഏലക്കായ് കറാമ്പൂ കറുവപ്പട്ട ഏലക്കായ് കുത്തിയിട്ട് തന്നെ ഇടണം. അപ്പം നല്ല ഫ്ലേവർ വരും. പിന്നെ കെറ്റിൽ ഞാൻ ഓൾറെഡി വെള്ളം ചൂടാക്കി വെച്ചതുകൊണ്ട് സാധാ നെയ്ച്ചോറ് ഉണ്ടാക്കണം അതേപോലെ തന്നെ ആ നെയ്ച്ചോറും സെറ്റാക്കിയ ശേഷം നേരെ ദമ്മിട്ടോ. ഈ ദമ്മിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു സമാധാനമാണ്. കഴിഞ്ഞല്ലോ, പണി കഴിഞ്ഞല്ലോ, പിന്നെ പാത്രം കഴുകലാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ സെറ്റാക്കിയ ശേഷം പിന്നെ ഈ വീട്ടമ്മമാർക്ക് പണി കഴിക്കുക അത്രയേ ഉള്ളൂ. അതിൻ്റെ പ്രസൻറ്റേഷൻ നമ്മൾ നോക്കാറില്ല. അത് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, ചിലപ്പോൾ അതിനൊന്നും നേരം കിട്ടില്ല. അപ്പോൾ ഇന്ന് എന്താ അറിയില്ല, ഒരു വെഡ്ഡിങ് ആനിവേഴ്സറി ഒക്കെ അല്ലേ, നമുക്കൊന്നത് വെറൈറ്റി ആക്കാൻ വിചാരിച്ച് ഒന്ന് ചെറിയൊരു പ്രസൻറ്റേഷൻ, വലിയ പ്രസൻറ്റേഷൻ ഒന്നുമില്ല കേട്ടോ. അല്ലെങ്കിലും ആഹാരം കുക്ക് ചെയ്യണ പോലെ തന്നെയാണ് അത് വിളമ്പുന്ന ആ രീതിയിലും പെർഫെക്റ്റും നല്ല ഭംഗിയും വരുമ്പോൾ കഴിക്കാനൊന്നും കൂടി ഇഷ്ടം കൂടും കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ പ്രസൻറ്റേഷൻ ഇങ്ങനെ കേട്ടോ. നല്ല പപ്പടും സാലഡും അച്ചാറൊക്കെ ഉണ്ട്. അപ്പോൾ ആനിവേഴ്സറി അങ്ങനെ കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് അടുത്ത കൊല്ലം. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു.